മാർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിലാണ് നാം ഇന്നുള്ളത്. നമ്മോട് സംസാരിക്കുന്നത് മദർ പ്രയറസ് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എരമല്ലൂർ മഠസ്ഥാപനത്തെ പറ്റിയും മറ്റുമാണ് സിസ്റ്റർ നമ്മോട് സംസാരിച്ചത്. ഇന്ന് മഠത്തിലെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് സിസ്റ്ററിനോട് ചോദിച്ചറിയാം. സഭയ്ക്കും ലോകത്തിനുമായി ആരുമറിയാതെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന മിണ്ടാമഠങ്ങളിലെ സഹോദരിമാർ 21-ാം നൂറ്റാണ്ടിൽ ഒരത്ഭുതവും വെല്ലുവിളിയുമാണ്. ജീവിതം ആസ്വദിക്കാനുള്ള വ്യഗ്രതയിൽ പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോകുന്നവർ ഒരു നിമിഷം കാതോർക്കുക. മിണ്ടാമഠങ്ങളിൽ ജീവിതം അർച്ചനയാക്കിയ സഹോദരിമാരുടെ വിശുദ്ധ ജീവിതങ്ങൾക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. ഏലിയ പ്രവാചകനെ പിന്തുടർന്ന് കാർമൽ മലയിൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ പുണ്യജീവിതം നയിച്ചിരുന്ന താപസന്മാരുടെ പിന്തുടർച്ചയാണ് ഇന്നു കാണുന്ന മിണ്ടാമഠങ്ങൾ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനുമാണ് നവീകരിച്ച കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ സ്ഥാപകരായി കണക്കാക്കി പോരുന്നത്. ചേർത്തലയ്ക്കടുത്ത് എരമല്ലൂരിലുള്ള നിഷ്പാതുക കർമ്മലീത്ത മിണ്ടാമഠത്തിലാണ് ഇന്നത്തെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാം എത്തിയിരിക്കുന്നത്. കർമ്മലീത്ത മിണ്ടാമഠങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും സഭാ നവീകരണ കാലഘട്ടത്തെക്കുറിച്ചുമെല്ലാം നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. 11-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് കോട്ടയത്ത് സ്ഥാപിതമായ വിജയപുരം രൂപതയുടെ പ്രഥമ മെത്രാൻ ബെനവന്തൂര പിതാവാണ് കേരളത്തിലേക്ക് മിണ്ടാമഠങ്ങൾ കടന്നുവരുന്നതിന് നിമിത്തമായത്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്പെയിനിലെ സെയിൻറ്റ് ജോസഫ്സ് കോൺവെന്റിൽ നിന്നും മദർ റൊസാരിയോയുടെ നേതൃത്വത്തിൽ കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ കർമ്മലീത്ത മിണ്ടാമഠം സ്ഥാപിതമാകുന്നത്. മിണ്ടാമഠങ്ങൾ, അതായത് കർമ്മലീത്ത മിണ്ടാമഠങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് നിയോഗങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എരമല്ലൂർ മിണ്ടാമഠത്തിന് അതിന് പിന്നിൽ എന്തെങ്കിലും നിയോഗങ്ങളുണ്ടായിരുന്നോ? എരമല്ലൂർ മഠം സ്ഥാപിച്ചത് കുരിത്ര പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് വൈദികരുടെ വിശുദ്ധീകരണം എന്നുള്ളതാണ്. ആ ഒരു നിയോഗത്തിനായിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ എല്ലാ വൈദികർക്കും പ്രാർത്ഥിക്കും, അവരുടെ വിശുദ്ധീകരണമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഈ നമ്മുടെ ഇടവകയോട് ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഇടവക വികാരിയോടും ജനങ്ങളോടും. അതായത് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും ഈ ശവസംസ്കാരം ഞങ്ങൾക്ക് വളരെയധികം കേൾക്കാം, പാട്ടുകളൊക്കെ. അപ്പം തന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ടും സമൂഹമായിട്ടും മരിച്ച ആത്മാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല ബന്ധമാണ് ഞങ്ങളുടെ വിധവയായിട്ട്. അപ്പോൾ ആരംഭകാലത്ത് ഇവിടെ എത്ര സിസ്റ്റർമാരാണ് വന്നത്? ഞങ്ങൾ 8 പേര് അവിടെ നിന്ന് വന്ന്, ഒരു നോവീസ് അടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളികൾ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആഫ്രിക്കയിലോട്ട് വിട്ട് വേറെ അങ്ങോട്ട് പല മഠങ്ങളിലോട്ട് ഞങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ 15 പേരുണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മഠം സ്ഥാപിക്കാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സ്പെയിനിലെ, പിന്നെ ഇവിടുത്തെ ബെനഫാക്ടേഴ്സ് ഞങ്ങളെ സഹായിച്ചിരുന്നു. ഇടവകാംഗങ്ങളും ഞങ്ങളെ സഹായിച്ചിരുന്നു. അമ്പലസ്ഥാപനത്തിൽ എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്, ഒരു ചാള മാത്രമാണ് നിങ്ങൾക്കൊരാൾ തന്നിരുന്നെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെന്നും പ്രാർത്ഥിക്കണമെന്ന്. അത്രയ്ക്കും ബെനഫാക്ടേഴ്സിനോട് വളരെയധികം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടവക ജനങ്ങളും അവർ ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ തങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങളുമായി ഇവിടെ എത്തുക പതിവാണ്. വിവാഹം നടക്കുന്നതിന്, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന്, സ്വന്തമായി ഭവനം നിർമ്മിക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി, വിവിധ രോഗാവസ്ഥകൾ സൗഖ്യമാകുന്നതിന് തുടങ്ങി
നിരവധി ആവശ്യങ്ങളുമായി ഇവിടെ സന്ദർശകർ എത്താറുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഈ മഠത്തുമായിട്ട് ഇവിടുത്തെ സൗണ്ടിൻ്റെ വർക്കും എല്ലാം ചെയ്തു കൊടുക്കുകയും ഇവിടുത്തെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരെ ലൈറ്റിൻ്റെയും എല്ലാം സഹായിക്കാനായിട്ടൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും പിള്ളേരില്ലാഞ്ഞപ്പോൾ എപ്പോഴും ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും സിസ്റ്റേഴ്സിനോട് എപ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പിള്ളേർ ആയിക്കഴിഞ്ഞിട്ടാണെങ്കിലും 1 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ 3 പേർക്കും. അപ്പോൾ ICUവിലായിരുന്നു 2 മാസത്തോളം. പിള്ളേരെ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും ഒത്തിരി ഇവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കൊച്ചുങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോരുകയും ഈ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയെല്ലാം കൊണ്ടാണ്. അപ്പോൾ ആ ബന്ധം ഞങ്ങൾക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സായിട്ട്. ഇപ്പം കുഞ്ഞിലെ തുടങ്ങി ഇവിടെ വരികയും കൊച്ചുങ്ങളായിട്ട് ഇവിടെ കുർബാനയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളിവിടെ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവർക്ക് 5 വയസ്സായി, UKGയിലാണ് പഠിക്കുന്നത്. ആദ്യകാലത്ത് കേരളത്തിലേക്ക് സന്യാസിനികൾ വന്നപ്പോൾ അവർക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ആശയവിനിമയത്തിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം അന്നത്തെ സാഹചര്യം വെച്ച് അന്നത്തെ അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ആ കാലത്ത് ആശയവിനിമയം വളരെ ബുദ്ധിമുട്ട് അവരനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. വന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവരോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അതേപ്പറ്റി വരുമ്പോൾ ഒരു പ്രാവശ്യം പറയുകയാണ്, അവർക്ക് ആരും ഒരു ചക്ക സമ്മാനം കൊടുത്തു ആദ്യകാലങ്ങളിൽ. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ലല്ലോ. വലിയ വലിയ ഫ്രൂട്ട് അവർക്ക് കിട്ടി, അതെങ്ങനെ ചെയ്യാൻ. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നോ, ചുളയെല്ലാം കളഞ്ഞിട്ട് കുരു പുഴുങ്ങി തിന്നു. പക്ഷേ ആ കുട്ടിക്കത് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടുത്തെ കർമ്മലീത്ത വൈദികർ അവരെ വന്ന് വളരെയധികം സഹായിക്കുമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, വന്ന കുട്ടികൾക്കും ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ ഭക്ഷണ രീതി തന്നെ ഇവർക്കും കഴിക്കേണ്ടി വന്നല്ലോ. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടുകാർക്ക് അവരുടെ ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റില്ല. അവർ നമ്മളെപ്പോലെ എരിവ് ഇടില്ല, സ്പൈസസ് ഇടില്ല, വെറുതെ ആ കാര്യത്തിൽ അവർ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു ദിവസം പറയുകയാണ് ആദ്യത്തെ കാൻഡിഡേറ്റ്, അവർക്ക് ആരോ കുറച്ച് കോഴികളെ കൊടുത്തിട്ട് ഒരു കോഴിക്കൂടുണ്ടാക്കി. അപ്പോൾ ഈ വന്ന കുട്ടിയാണ് പോസ്റ്റ്ലൻഡ്. ആ കുട്ടി കോഴിക്കുട്ടി പോയി. ആ കൊച്ചിൻ്റെ ദേഹം മുഴുവനും കോഴിപ്പയം കയറി. പക്ഷേ ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതും വേറെ ഞങ്ങളുടെ മഠത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലായിടത്തും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഒരു സ്ഥലത്താണ് വെക്കുന്നത്. ഒരു ഞങ്ങൾക്ക് വലിയ ബോക്സ് ഉണ്ട്, അതിനകത്താണ് ഞങ്ങളെല്ലാവരുടെയും കോമൺ ആയിട്ടാണ് വെക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് അതിൽ നിന്ന് ചോദിച്ച് അത് മേടിക്കാനുള്ള ഇത് പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, വേഗം പോയി ബാത്റൂമിൽ പോയി കുളിച്ചു, ഉടുപ്പൊക്കെ കഴുകി. കുട്ടി കുറേ നേരം കഴിഞ്ഞിട്ടും പുറത്ത് വരാറുകൊണ്ട് അവരൊന്ന് മുട്ടി. അപ്പോൾ ആ നനഞ്ഞ ഉടുപ്പ് കൊണ്ട് തന്നെ ഇറങ്ങി വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. പിന്നെ അവർ പുതിയ ഡ്രസ്സ് കൊണ്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് അവരൊക്കെ ആ വിധത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അവിടുത്തെ ഭക്ഷണത്തിന് പോലെയല്ല, അവർക്ക് എപ്പോഴും ബ്രെഡ് വേണം. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മഠങ്ങളിലും എപ്പോഴും ബോർമ, അതായത് അവനുണ്ടായിരിക്കും ഉണ്ടാക്കാനായിട്ട്. അവർക്കെപ്പോഴും അത് വേണം. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അത് എപ്പോഴും എത്ര എളുപ്പമല്ലല്ലോ ഉടനെ തന്നെ അത് ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള രീതിയിലൊക്കെ അവരും കഷ്ടപ്പെട്ടു. ആദ്യകാലങ്ങളിൽ സിസ്റ്റേഴ്സും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കാലക്രമേണ അവർക്കും പിന്നെ അത് മനസ്സിലായി. നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ അനുവദിച്ചു. പിന്നെ അവർക്കും സിസ്റ്റേഴ്സ് ഈ നാട്ടിലെ സിസ്റ്റേഴ്സ് മനസ്സിലാക്കി അവരും സ്പെഷ്യലായിട്ടൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. മദർ ഏത് കോൺവെൻറ്റിലാണ് ആദ്യമായിട്ട് വന്ന് ചേരുന്നത്? ഞാൻ തിരുവല്ല മഠത്തിലാണ് ചേർന്നത്. അവിടുന്ന് മഠസ്ഥാപനത്തിനായിട്ട് ഞാനും എൻ്റെ ചേച്ചി സിസ്റ്ററും ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ 8 പേര്. ഞങ്ങളിവിടെ ചേർന്ന് വന്നതിൽ 8 പേരിൽ 7 പേരും 7 രൂപതയിൽ നിന്നുള്ളവരായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഏത് അങ്ങനെ വ്യത്യാസമില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ എല്ലാവരും ഞങ്ങൾ ചേരും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലി എന്തെന്നാ? ഞങ്ങൾ ഓസ്തി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോലി. ഇവിടെ ഒരുപാട് ഓസ്തിക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഓസ്തി ഉണ്ടാക്കാനുണ്ട്. അത് 2-3 പേര് അതിനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ തീരുകയുള്ളൂ.
പിന്നെ ഞങ്ങൾ ബേബി ഫ്രോക്ക് തയ്ക്കും, കുട്ടികളുടെ ഉടുപ്പ് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ സമയമനുസരിച്ച്. പക്ഷേ പ്രധാനമായിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒസ്തിക്ക. പിന്നെ കുർബാന കുപ്പായം തയ്ക്കും. പിന്നെ ഞങ്ങളുടെ തന്നെ ജോലികൾ ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ കൊന്ത കെട്ടും, വെന്തിങ്ങ തയ്ക്കും, അങ്ങനെ പല തരത്തിലുള്ള. പിന്നെ ഞങ്ങളുടെ ഗാർഡൻ, ഫ്ലവർ ഗാർഡനും ഞങ്ങൾ പച്ചക്കറി തോട്ടമൊക്കെ ഞങ്ങൾ തന്നെ നോക്കണം. പശുവിനെയൊക്കെ നോക്കാനും അങ്ങനെ വലിയ സാധനങ്ങൾക്ക് വയ്ക്കാൻ എനിക്കൊരു ചേട്ടനുണ്ട്. പിന്നെ പുറത്ത് നോക്കാനും ഒരു ചേച്ചിയുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. ഞങ്ങൾ കിച്ചണിൽ പോകുന്ന ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആഴ്ച ടേൺ അനുസരിച്ചാണ് പോകുന്നത്. ആദ്യം വരുന്ന കുട്ടികൾക്കൊന്നും വലിയ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവരെ സഹായിച്ചു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോകും. ഈ മഠത്തിൻ്റെ ഒരു വരുമാന മാർഗത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഞങ്ങളുടെ വരുമാനം കൊണ്ടൊന്നും ആകില്ല. വളരെ വിശാല മനസ്കതയോടെ പലരും ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ഒസ്തികാണെങ്കിൽ കറണ്ടിൽ ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ചാർജ് കുറേ ആകും. മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പല സാധനങ്ങളായിട്ടും അരിയായിട്ടും സാധനങ്ങളായിട്ടൊക്കെ ഞങ്ങൾക്ക് തരും. പിന്നെ ഈ മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോഴാണ് പിന്നെ ഞങ്ങൾ വല്ലവരോടും അത്യാവശ്യം ചോദിക്കും, ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ. കണ്ടറിഞ്ഞ് ചിലർ അറിഞ്ഞ് തന്നെ സഹായിക്കുന്നവരുണ്ട്. വിശാല മനസ്കതയോടെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇടവക ദേവാലയത്തിനടുത്ത് തന്നെയാണ് ഈ കോൺവെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇടവക ജനങ്ങൾ പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും ഒരുപാട് സമ്പർക്കം ഈ കോൺവെൻറ്റിനോട് ഉണ്ടാവും. അപ്പോൾ അവർ സന്ദർശിക്കാനൊക്കെ വരും. അതൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുന്നതും അവരോടുള്ള ആ ഒരു സമ്പർക്കം? രാവിലെ 8 മുതൽ 10:45 വരെയും വൈകുന്നേരം 2 മുതൽ 5 വരെയാണ് ഞങ്ങളുടെ സന്ദർശന സമയം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇനി ഔട്ട് ഓഫ് ടൈമിലാണ് വരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആ കറങ്ങുന്ന സ്ഥലം കണ്ടിട്ട് ടേൺ എന്ന് പറയും. അതിനകത്ത് ഒരു പ്രാർത്ഥന എഴുതിയിട്ടിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ആ എഴുത്തുകൊണ്ട് സമൂഹത്തിൽ വായിച്ചിട്ട് ഞങ്ങൾക്ക് അകത്തൊരു ടബർനാക്കിളുണ്ട്. ആ ടബർനാക്കിളിൻ്റെ അവിടെ കൊണ്ടുവെക്കും. ചിലപ്പോൾ പിന്നെ ഉണ്ണീശോയുടെ അടുത്ത് കൊണ്ടുവെക്കും. അങ്ങനെ എന്നിട്ട് ഞങ്ങളെല്ലാവരും ആ നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഒരുപാട് നമ്മുടെ ജനങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഓടി ഞങ്ങൾ അവിടെ സന്തോഷവും ദുഃഖത്തിലും അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്. അവർ പെരുന്നാൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ അവരിവിടെ വന്ന് ഞങ്ങളോട് പറയും, ഞങ്ങളാണ് ഈ വർഷം പെരുന്നാൾ കഴിക്കുന്നത്, പ്രാർത്ഥിക്കണം. അവർ പെരുന്നാൾ എടുക്കുമ്പോൾ എല്ലാവരും വന്ന് പറയും. എല്ലാവർക്കും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ, സുഖേട്, കുട്ടികളുടെ പരീക്ഷ, അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അവർക്കൊരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ സന്തോഷം ഞങ്ങളോട് വന്ന് പറയും. എല്ലാ കാര്യങ്ങളിലും അവർ ഞങ്ങൾ. പിന്നെ ഈ മിഷനിലേക്കുള്ള കുട്ടികളും കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവർ ചിലപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് കാണിക്കും. എന്നെ സംബന്ധിച്ച്, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ കാരണവന്മാർ താമസിക്കുന്ന ഒരിടമാണ് ഈ മിണ്ടാമഠം. എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് കാര്യമുണ്ടെങ്കിലും, എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ആദ്യം ഓടിയെത്തുന്ന സ്ഥലമാണ് ഈ കോൺവെൻറ്റ്. അപ്പോൾ ഇവിടെ വന്നാൽ അത് എത്ര വലിയ പ്രശ്നമായാലും ശരി, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടെ പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചിരിക്കും. അതാണ് എൻ്റെ അനുഭവം. എൻ്റെ ഫാമിലി മെമ്പേഴ്സിലും എല്ലാവരും പറയും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചിരിക്കും. അതുമല്ല ഏത് കാര്യം, അതെനിക്ക് പറയാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ അതായത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഇവിടെ വന്ന് മദറിനെ, സിസ്റ്റേഴ്സിനെ കണ്ട് പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും. അതാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ ആ ഗേറ്റ് തുറന്ന് ഈ ഗാർഡനിൽ കൂടെ ഈ മദറിനെയും സിസ്റ്റേഴ്സിനെയും കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. മിക്കവരുടെയും വിചാരം, ഞാനും അങ്ങനെ വിചാരിച്ചു. ഒരു 15 വർഷം മുമ്പ് മിണ്ടാമഠം എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചത് സിസ്റ്റേഴ്സൊക്കെ എപ്പോഴും പ്രാർത്ഥന, പിന്നെ അവർ ഗ്ലൂമി ആയിരിക്കും, അങ്ങനെ ഒരു സോഷ്യബിൾ ആയിരിക്കും എന്നൊന്നും ഞാൻ സോഷ്യബിൾ അല്ലായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണം, ഇത്രയും ജോളി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ഇതുവരെയും ഒരു സിസ്റ്റർ പോലും ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് ഇരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നീട് ഇത് അന്വേഷിച്ച് എങ്ങനെ ഇവർക്ക് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇത്ര സന്തോഷത്തോടെ എങ്ങനെ ഇവർക്ക് കഴിയാൻ പറ്റുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, ഏറ്റവും ജോളിയായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കണവരായിരിക്കുമല്ലോ ഏറ്റവും സന്തോഷമുള്ളവർ, അവർക്ക് മാത്രമേ ഈ ഒരു കോൺഗ്രിഗേഷനിൽ ചേരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടിയത്.
പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ കോൺവെൻറ്റ് ആയിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും ഇവരുടെ സ്നേഹം എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിലും കൂടുതൽ സിസ്റ്റേഴ്സ് എന്നെ സ്നേഹിക്കുന്നു എന്ന്. കാരണം ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ സിസ്റ്റേഴ്സ് അത് ഓർത്തിരിക്കും. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ മറന്നുപോകും ഇന്നൊരു കാര്യം, പക്ഷേ സിസ്റ്റേഴ്സ് അത് ഓർത്തിരുന്ന് ഇന്ന ദിവസമല്ല ഇന്ന സംഭവം എന്നും പറഞ്ഞ് പറഞ്ഞു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റബോധം തോന്നും, കാരണം ഞാൻ പോലും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ സിസ്റ്റേഴ്സ് നമ്മുടെ കാര്യത്തിൽ, എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ ഫാമിലിയിലെ ഓരോ എൻ്റെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും പിള്ളേരുടെ എല്ലാവരുടെയും കാര്യത്തിൽ പോലും അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് വരെ അവർ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഗിറ്റാർ പഠിക്കണമെങ്കിൽ അതെന്തായി ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യമാണ് സിസ്റ്റേഴ്സിനെ നേരിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ വളരെ അപൂർവ ആളുകൾക്ക് മാത്രമേ ഇവരായിട്ട് നേരിട്ട് കാണാൻ ഒരു അനുവാദമുള്ളൂ. അതിനുള്ളൊരു ഭാഗ്യമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും. അപ്പോൾ ഇവിടെ വന്ന് അവർക്ക് ഒരു അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വന്ന ആദ്യം സിസ്റ്റേഴ്സിനെ കാണാം. എന്നാലും ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അതുപോലെ വീട്ടിലെ ഏത് ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം എൻ്റെ ബ്രദർ പുറത്താണ്, എൻ്റെ റിലേറ്റീവ്സ് ആര് വന്നാലും ഇവിടെ വന്ന് കാണാതെ ഒരാളും പോകാറില്ല. കാരണം ഇതൊരു നമ്മുടെ ഒരു തറവാട് പോലെയാണ്. സിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇല്ലാതെ ഞങ്ങൾ ഒരു കാര്യവും തുടങ്ങാറില്ല. ഈ മിണ്ടാമഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്ന് എപ്പോഴൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് പോകാറുള്ള സാഹചര്യങ്ങൾ? ഞങ്ങൾ സാധാരണ പോകുന്നത് വോട്ട് ചെയ്യാൻ പോകും, പിന്നെ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകും. അല്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങൾ സാധാരണ പോകാറില്ല. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മീറ്റിംഗ് വരുമ്പം 3 വർഷത്തിലൊരിക്കലൊരു മീറ്റിംഗ് ഉണ്ട് ഈ അസോസിയേഷൻ്റെ. അത് മദർത്തെ ആരാണോ മദർ പ്രയർസ് അവരും പിന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെലഗേറ്റ് പോകാറുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ ഇടവക തന്നെയുള്ളൊരു ജോർജിയേട്ടനാണ് എന്നും ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് വരും. കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരും. എന്നിട്ട് അകത്ത് കയറി ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ അകത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ എല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തോളും. ഞങ്ങൾക്ക് ഒട്ടും പേടിക്കാനില്ല. പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ പോകും, 2 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് പിന്നെയും ജോലിക്ക് കയറും, 5 മണിയാകുമ്പോൾ പോകും. ഞങ്ങൾക്ക് എന്തെങ്കിലും വല്ല മരുന്നൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അദ്ദേഹം അവൈലബിളാണ്, പോയി വാങ്ങിച്ചുകൊണ്ട് വരും. ഇപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ അദ്ദേഹം റെഡിയാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഓടി ചെന്ന് വരും. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രേസി ഉണ്ട്. ആ സിസ്റ്റർ ഗ്രേസിയുടെ അനിയത്തി ഞങ്ങളുടെ തിരുവല്ലയിലെ ഏറ്റവും ഇളയ അനിയത്തി തിരുവല്ല മഠത്തിലെ ഒരു സിസ്റ്ററാണ്. ഗ്രേസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരും. ഇവിടെ ഞങ്ങളുടെ പള്ളിയൊക്കെ വൃത്തിയാക്കുന്നതും അവിടെ എല്ലാം കഴുകുന്നതും പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പം അവരെ സ്വീകരിച്ചിരുത്തുന്നതും. അപ്പോൾ ചേച്ചിക്ക് എല്ലാവരെയും തന്നെ അറിയാം, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം തന്നെ അറിയാം. അവരെയൊക്കെ വെച്ച് ഇരുത്തി അവരൊക്കെ വളരെ നന്നായിട്ട് അവരോട് ബിഹേവ് ചെയ്യും. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഗ്രേസിയുള്ളത്. ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഈ 2 വ്യക്തികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് വേറെ പലരും ഞങ്ങളുടെ പുറത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നാൽ ആരെങ്കിലുമൊക്കെ ഓടി വരും ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങളൊരു സിസ്റ്റർ മരിച്ചപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ എവിടുന്നാണ് ശവപ്പെട്ടി മേടിക്കേണ്ടത്, പൂക്കൾ മേടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഉടനെ അറിഞ്ഞത് ഉടനെ തന്നെ കുറേ പേര് ഇവിടെ വന്ന് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു തന്ന് അല്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും. അവിടെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. അവർ തന്നെ വന്ന് ഞങ്ങളെ, പിന്നെ ഇവിടെ എങ്ങാണ്ട് ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഓടി വന്ന എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം ഒരു പത്രത്തെ പോലും അവർ തന്നെ ഇട്ടത്. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും. ഞങ്ങളുടെ സെൻറ്റിനറി സെലിബ്രേഷൻ വന്നപ്പോഴും പാരിഷ് മുഴുവൻ പേരും തന്നെ ഞങ്ങളോട് യോജിച്ച് പ്രവർത്തിച്ചു. ചിലരൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ അവർ ഞങ്ങളെ ഏൽപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പിള്ളക്കുട്ടികളൊക്കെ നന്നായി പഠിച്ചു ഉയരുന്നതും അവർക്ക് ജോലി കിട്ടുന്നതൊക്കെ ഞങ്ങളും വളരെ സന്തോഷമാണ്. അത് ഞങ്ങളെ സ്വന്തം പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് അവരെല്ലാവരും. ഞാൻ സന്യാസ ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണയും അനുഗ്രഹവും
പിന്നെ എൻ്റെ നല്ല മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഒന്ന് മാത്രമാണ്. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുള്ള ഒരു കാര്യം, എൻ്റെ മക്കളെ ഞാൻ നല്ല ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്, അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും, എനിക്കതുകൊണ്ട് നിങ്ങളെക്കുറിച്ചൊന്നും പേടിയില്ല. പക്ഷേ അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ സാധിച്ചിരുന്നില്ല. കാരണം അന്നത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു. ലോകത്തിൻ്റെ പുറകെയുള്ള ഒരു ജീവിതമായിരുന്നു, ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരുന്ന ഒരു ജീവിതം. ലോകത്തിൻ്റേതായ ആകർഷണങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ ആധ്യാത്മിക ജീവിതത്തെക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു. TV, സുഹൃത്തുക്കൾ, കളികൾ എന്നിവയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ അവയിലൊന്നും എനിക്ക് യഥാർത്ഥ സമാധാനമോ സന്തോഷമോ അല്ലെങ്കിൽ അവയിൽ നിന്നും എനിക്കൊരു സ്നേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു എനിക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവജന ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് എൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. എൻ്റെ ചിന്താഗതികൾ എല്ലാം സന്യാസ ജീവിതത്തിന് വിപരീതമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ നടത്തിയ നല്ല കുമ്പസാരത്തിലൂടെ എൻ്റെ നല്ല ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നു. അതിനുശേഷം ജീവിതം ആകെ മാറി മറിഞ്ഞു. ദൈവം തന്നെ അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹവും തീക്ഷ്ണതയും എന്നിൽ നിക്ഷേപിക്കുകയായിരുന്നു, ഞാൻ അറിയാതെ തന്നെ. പിന്നീട് എനിക്ക് പുറം ലോകത്തായിരിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാതായി. കാരണം ഞാൻ അത്രയും ബലഹീനയായതിനാൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെട്ടെന്ന് കുടുങ്ങിപ്പോകുമെന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്ന കാര്യം, എന്നെ എങ്ങനെയെങ്കിലും ആ ലോകത്തിൽ നിന്ന് ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് ഈശോയെ എന്നെ വിളിക്കണമേ എന്നൊരു പ്രാർത്ഥന ഞാനിപ്പോഴും ചൊല്ലുമായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല, അതിനെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, ആ പദ്ധതി പ്രകാരം ജീവിക്കാൻ ഞാൻ ഈശോയോട് ഞാൻ വാക്ക് കൊടുത്തു. കാരണം ഈശോയെ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അങ്ങ് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അധികം വൈകിയൊന്നുമില്ല. 2-3 ദിവസമായിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ശനിയാഴ്ചകളിലും ആരാധന നടത്താറുണ്ട്. ആ ആരാധനയിൽ സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതായി ഞാൻ കേട്ടു. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നീ ഒരു മിണ്ടാമടത്തിൽ ചേരണമെന്നതാണ്, പറ്റുമെങ്കിൽ നാളെ തന്നെ. അത് പുതുവർഷത്തിൽ ആദ്യത്തെ ശനിയാഴ്ചയായിരുന്നു. എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും എനിക്ക് ദൈവം തന്നെ തരികയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചതിന് എനിക്കറിയില്ല ദൈവമാണോ എന്നോട് സംസാരിച്ചതെന്ന്. പക്ഷെ ഞാൻ ആ ശബ്ദത്തിൽ വിശ്വസിച്ചു. അതനുസരിച്ച് ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ധൃതിക്ക് പോവുകയായിരുന്നു. കാരണം ഞാൻ ഈശോനോട് ആവശ്യപ്പെട്ടത് ഈശോ തന്നെ എനിക്ക് പറഞ്ഞു തന്നതായിട്ടാണ് അന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ വീട്ടിൽ ചെന്നു അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കേട്ടതുകൊണ്ടായിരിക്കും അമ്മച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാലും ധ്യാനത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അവരെ വളരെയേറെ ആകർഷിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ പറയുമായിരുന്നു ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ ആ മാറ്റങ്ങളെല്ലാം ചിലപ്പോൾ ഈ ഒരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കുമെന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കും അമ്മച്ചി സമ്മതിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഞങ്ങൾ 2 പേരും കൂടി പെരുമ്പടപ്പ് CSലെ ആശ്രമത്തിൽ ചെന്ന് ഒരു വൈദികനെ കണ്ടു. അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലുകൾ എനിക്ക് കാണാൻ സാധിച്ചു. കാരണം ചെറുതാണെങ്കിൽ പോലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് ചെറുതാണെങ്കിലും എന്നെ സംബന്ധിച്ച് അവ വലിയ കാര്യങ്ങളാണ്. കാരണം കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച വൈദികനെ അന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മിണ്ടാമടത്തെക്കുറിച്ച് കേൾക്കുന്നത്. പിന്നെ ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ രണ്ടാമത് കേൾക്കുന്നത് ആ ശബ്ദം എന്നോട് സംസാരിച്ചപ്പോഴും. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഞങ്ങൾ എരമല്ലൂർ വന്നു. കോൺവെൻറ്റിൽ ചെന്ന് ഇറങ്ങി. പക്ഷെ കോൺവെൻറ്റിൽ ചെന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കാരണം എന്താണെന്നറിയില്ല, ഞാൻ മിണ്ടാമടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കോൺവെൻറ്റല്ല ഞാൻ അവിടെ കണ്ടുമുട്ടിയത്. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയായിരുന്നു. ഞാൻ ഈശോനോട് പറഞ്ഞു, ഈ ഒരു കോൺവെൻറ്റ് ആണെങ്കിൽ ഞാൻ ചേരില്ല, തീർച്ചയായിട്ടും ചേരില്ല. എനിക്കിവിടെ സന്തോഷമൊന്നും കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈശോയെ. ഇതെനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഉറപ്പിച്ച്.
അങ്ങനെ ഞങ്ങൾ ചെന്നു, ബെല്ലടിച്ചു, സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു, ഞങ്ങൾ സ്വീകരിച്ചു. കാര്യങ്ങളുടെ ഇടയിൽ അപ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നെ ചോദിച്ചു, ഇത് മിണ്ടാമടമല്ലേ എന്ന്. അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത് ഇത് മിണ്ടാമടമല്ല എന്ന്. കാരണം അന്നത് സംഭവിച്ചത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിളി ഈ ഒരു മിണ്ടാമടത്തിലേക്കാണ് എന്നത് ദൈവം അവിടെ ഉറപ്പിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് കടന്നു വന്നത്. അങ്ങനെ അവർ തന്നെ യഥാർത്ഥ അഡ്രസ്സ് തന്നു, സ്ഥലത്തിൻ്റെ എല്ലാം ക്ലിയറാക്കി പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ആദ്യമായി ഞാൻ ഈ മഠം കണ്ടപ്പോൾ ശരിക്കും ഞാൻ അതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവുമായിരുന്നു ഞാൻ അനുഭവിച്ചത്. എനിക്ക് യഥാർത്ഥത്തിൽ തുള്ളിച്ചാടാൻ തോന്നുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇവിടെ വന്ന് മദറിനെ കണ്ടു. മദർ ഇവിടുത്തെ എല്ലാ ജീവിതചര്യകളും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ എന്നോട് സംസാരിച്ച ശബ്ദം എന്നോട് ആവശ്യപ്പെട്ടത് അന്ന് തന്നെ ചേരുക എന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ മദറിനോട് പറഞ്ഞു, മദർ എനിക്ക് ഇന്ന് തന്നെ ചേരണം, അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷേ മദർ കാരണം ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. +2 തീരെ 2 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മദർ പറഞ്ഞു, മോള് +2 കഴിഞ്ഞിട്ട് വന്ന് ചേർന്നാൽ മതി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ വില കൊടുത്തത് ഞാൻ കേട്ട ശബ്ദത്തിനായിരുന്നു. മദർ പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഏറ്റവും വലുത് അനുസരണമാണ്. അധികാരികളോടുള്ള അനുസരണമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് മോൾ അനുസരിക്കുക, +2 കഴിഞ്ഞിട്ട് വന്ന് ചേർന്നാൽ മതി. ഞാൻ അനുസരിച്ചു. +2 കഴിഞ്ഞു. അധികം താമസിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈസ്റ്റർ ആയിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ചേർന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം എന്നോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ ലോകത്തിലെ എല്ലാ മക്കളോടും കാണിച്ച ഒരു കരുണയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എരമല്ലൂർ ഡിസ്കാസ്ഡ് കാർമലൈറ്റ് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റിലെ മദർ പ്രയറസ് സിസ്റ്റർ സിസിലി ഓഫ് ജീസസ് ആണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നും കഴിഞ്ഞ എപ്പിസോഡുകളിലുമൊക്കെയായി സിസ്റ്റർ നമ്മളോട് പങ്കുവച്ചത് കേരളത്തിലെ മിണ്ടാമഠങ്ങളുടെ ആരംഭത്തെക്കുറിച്ചും പ്രത്യേകമായി എരമല്ലൂർ മിണ്ടാമഠത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അവിടുത്തെ ദിനചര്യകൾ, തപശ്ചര്യകൾ, അവരുടെ വരുമാന മാർഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനിയും ആവൃത്തിക്കുള്ളിലെ അവരുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അതിനായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.